എന്താടി നീ ഈ പറഞ്ഞു കൂട്ടുന്നത്? ശാരദാമ്മയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ പ്രകമ്പനം കൊണ്ടു. വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാ അവളുടെ ഒരു പഠിപ്പ് പുരാണം. വാക്കുകൾ ഓരോന്നും അമർഷം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അവരുടെ. പഠിച്ച് തുളിച്ചിട്ട് ഒടുക്കം നീ എന്തുണ്ടാക്കാനാടി? വലിയ ഡോക്ടറാവാൻ പോവുകയാണത്രേ. ഡോക്ടർ എത്ര പഠിച്ചു കൂട്ടിയാലും ഒടുക്കം ഏതെങ്കിലും ഒരു അടുക്കളയുടെ നാലതിരുകൾക്കുള്ളിൽ തവി പിടിച്ചു കഴിയാനല്ലടി നിന്റെയൊക്കെ യോഗം. അതിനപ്പുറം വേറെന്താ നിനക്കുള്ളത്? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ശാരദാമ്മ അഗ്നിപുൽ വാക്കുകൾ തൊടുത്തുവിട്ടു. നിന്നെ ഞങ്ങൾ ഒരുത്തൻ്റെ കൈ പിടിച്ച് ഏൽപ്പിച്ച് കൊടുത്തതാ. എങ്കിൽ പിന്നെ അവനോടൊപ്പം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നീ പഠിക്കേണ്ടത്. അല്ലാതെ അവൻ എന്നെ പഠിപ്പിക്കാൻ വിടുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഇങ്ങോട്ട് ഓടിപ്പോരുകയല്ല വേണ്ടത്. അത് കേട്ട് സമാധാനിക്കാൻ ഞങ്ങളത്ര വട്ടൊന്നുമില്ല. അടിവയറ്റിൽ നിന്ന് ഇരമ്പി വന്ന ദേഷ്യം അടക്കാനാവാതെ അവർ മകളുടെ നേരെ വിരൽ ചൂണ്ടി ശാസിച്ചു. മര്യാദക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ നോക്കടി. അതല്ലാതെ ആ വീട്ടിൽ നിന്ന് പെട്ടിയും തൂക്കി പിടിച്ച് ഇങ്ങോട്ട് നിന്റെ വരവെങ്കിൽ കേട്ടോടി, ഈ പടി കടന്ന് അകത്തേക്ക് നിന്നെ ഞാൻ ചവിട്ടി കയറ്റത്തില്ല. വെറുതെ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് നീ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുവാന്നേ ജാനമ്മേ. ശാരദാമ്മ തിരിഞ്ഞു നിന്ന് ജാനമ്മയോടായി പറഞ്ഞു. ആ വാക്കുകൾ ദയയുടെയോ സങ്കടത്തിൻ്റെയോ ഒരംശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ശാരദാമ്മ ശബ്ദം കേട്ട് ജാനമ്മ ഒരു നിമിഷം അനന്യയെ നോക്കി. ആ നോട്ടത്തിൽ എങ്ങനെയെങ്കിലും ഈ പുകലിൽ നിന്ന് ഊരിപ്പോരാനുള്ള തിടുക്കം മാത്രമായിരുന്നു അവരുടെ ആ പോക്കിലുണ്ടായിരുന്നത്. അനന്യ തൻ്റെ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ വേദനയോ സങ്കടങ്ങളോ തരുമ്പം സ്പർശിക്കാതെ തൻ്റെ ഭാവി എന്താകുമെന്നോ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നോ ഒന്ന് ചിന്തിക്കാൻ പോലും കൂട്ടാക്കാത്ത സ്വന്തം അമ്മ. മറ്റേതു അമ്മയ്ക്കും മകളുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ആദിയുണ്ടാകും. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് മാത്രം അതൊന്നുമില്ലല്ലോ. ഉള്ളുപിടഞ്ഞ വേദനയോടെ അവൾ ഓർത്തുപോയി. വിധി തന്നോട് കാട്ടിയ ഈ അനീതിക്ക് മുന്നിൽ അവളുടെ കണ്ടമിടറി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അപ്പോഴും ഒന്നും മിണ്ടാതെ ഒരരികിൽ നിൽക്കുകയായിരുന്നു തൻ്റെ അച്ഛൻ. ഒന്നും പറയാൻ കഴിയാതെ നിസ്സഹായ അവസ്ഥയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മകളോടുള്ള അളവറ്റ അലിവ് തുളുമ്പി നിൽക്കുന്നുണ്ട്. ലോകം മുഴുവൻ കൈവിടുമ്പോഴും തനിക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആ അച്ഛൻ്റെ നോട്ടം മാത്രമായിരുന്നു ആ നിമിഷം അവളുടെ ഏക ആശ്വാസം. ഇപ്പോൾ പോയാലേ കൂത്താടുകുളത്തേക്കുള്ള ബസ് കിട്ടുകയുള്ളൂ. തിടുക്കത്തിൽ ശാരദാമ്മ പറഞ്ഞ വാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. യാത്ര തിരിക്കാൻ ഒരുങ്ങുമ്പോഴും അച്ഛൻ്റെ കണ്ണുകൾ ഒരു നിമിഷം ആദിത്യൻ്റെ നേർക്ക് നീണ്ടു. വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് പോലെ കണ്ടുമിടറിക്കൊണ്ട് അദ്ദേഹം ആദിത്യനോടായി പറഞ്ഞു. മോനൊന്നും വിചാരിക്കരുത്. അല്പം ദേഷ്യമുള്ള കൂട്ടത്തിലാണ് എൻ്റെ അനുമോൾ. പക്ഷെ മോൻ അവളെ തല്ലുകയോ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്. എൻ്റെ കുട്ടിയാണ്. അവൾ നന്നായി പഠിച്ചോളും. ഈ സമയത്ത് മോന് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. അത്രയും പറഞ്ഞപ്പോയേക്കും ആ അച്ഛൻ്റെ വാക്കുകൾ പൂർണ്ണമായും ഇടറിപ്പോയിരുന്നു. വിങ്ങിപ്പൊട്ടാൻ ആഞ്ഞ നെഞ്ചമർത്തി പിടിച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി പറഞ്ഞു. എന്നാ ഞങ്ങൾ പോട്ടെ ആദി. ആദിത്യൻ ദീർഘശ്വാസത്തോടെ മൂളി. തുടർന്ന് ചാരിയിട്ടിരുന്ന ചുമരിനോട് ചേർന്ന് ജീവനറ്റതുപോലെ നിന്നിരുന്ന അനന്യെ അവൻ പതിയൊന്ന് തിരിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ പലവിധ വികാരങ്ങൾ അലയടിക്കുന്നുണ്ടായിരുന്നു. ആദി. അച്ഛൻ്റെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞിരുന്നു. ഇനി നിങ്ങൾക്കും ഇവരുടെ കൂടെ അങ്ങോട്ട് പോകേണ്ടി വരും അല്ലേ? അതിനല്ലേ ഇപ്പോൾ എൻ്റെ അടുത്ത് യാത്ര പറയാൻ വന്നത്? ഒരു നിമിഷം നിർത്തിയ ശേഷം ആദിത്യൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ചേതച്ചൻ തുടർന്നു. നീയൊന്ന് അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ആദി. വെറും 19 വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾ. ആ പ്രായത്തിൻ്റെ ഒരു എടുത്തുചാട്ടം മാത്രമാണ് അവൾക്കുണ്ടായത്. പാവമാടോ. അതിനെ വഴക്ക് പറയാതെ ഒന്ന് സ്നേഹത്തോടെ പഠിപ്പിച്ചു കൊടുത്താൽ മതി നീ. ബാക്കിയൊക്കെ നിങ്ങളുടെ ജീവിതമല്ലേ. ജീവിച്ച് തുടക്കേണ്ടതും നാളുകളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നിങ്ങൾ രണ്ടുപേരുമല്ലേ മോനെ. നെഞ്ചിലെ ഭാരം മുഴുവൻ വാക്കുകളിലേക്ക് ആവാഹിച്ചുകൊണ്ട് അയാൾ ആദ്യത്തിനെ കണ്ണുകളിലേക്ക് നോക്കി. ഇനിയൊരു കാര്യത്തിലും ഞങ്ങളെ ഇങ്ങനെ വിളിപ്പിച്ചു വരുത്തി അപമാനിക്കരുത്. നടന്നു പോയതൊക്കെ ഒരു തെറ്റായി കണ്ട് മോനങ്ങ് ക്ഷമിച്ചു കളഞ്ഞേക്ക്. വാശിയും അതുപോലെ തന്നെ. മോളെ അനു. തൻ്റെ കുഞ്ഞനുജത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ദിയ വിങ്ങിപ്പൊട്ടി. കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേയില്ലടി. എൻ്റെ ആ ഒരൊറ്റ ഒളിച്ചോട്ടം കൊണ്ട് നിൻ്റെ ജീവിതം ഇതിപ്പോൾ വായുമുട്ടി നിൽക്കുന്നത്.
അനുവിനെ മുടിയിഴകൾ വിറയ്ക്കുന്ന വിരലുകളാൽ പതുക്കെ തലോടിക്കൊണ്ട് അവൾ തുടർന്നു. ഇത്രയും ദിവസമായിട്ടും ഞാനും വിഹാനും തമ്മിലൊരു ദാമ്പത്യ ജീവിതം പോലും തുടങ്ങിയിട്ടില്ലടി. ഓരോ നിമിഷവും നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ നീറ്റിക്കൊണ്ടിരിക്കുകയാ. എന്ത് പ്രതിസന്ധികൾ വന്നാലും എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും നീ പഠിക്കണം മനു. നീ പഠിച്ച് വലിയൊരു ഡോക്ടറാവണം. അതുമാത്രമാണ് എനിക്കിപ്പോൾ നിന്നോട് പറയാനുള്ളത്. തൻ്റെ ചേച്ചിയുടെ സങ്കടം കണ്ട് അനു പതുക്കെ അവളുടെ കൈകളിൽ നിന്ന് മുഖമുയർത്തി. എൻ്റെ ജീവിതത്തെ ഓർത്ത് ചേച്ചി ഇനി വെറുതെ വിഷമിക്കേണ്ട. ചേച്ചിയും വിഹാൻ ചേട്ടനും തമ്മിൽ ഇനി വൈകാതെ നല്ലൊരു ജീവിതം തുടങ്ങണം. നിങ്ങൾ രണ്ടുപേരും അത്രയധികം ആഗ്രഹിച്ച് സ്നേഹിച്ചതല്ലേ. നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പിന്നെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, ആദ്യമേ തന്നെ ആദ്യത്തിന് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല. പോരാത്തതിന് അയാളുടെ വയസ്സും. അനു ഒരു നിമിഷം വിശ്വസിച്ചു. തുടർന്ന് കണ്ണുകളിലെ ഈർപ്പം തുടച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ ചേച്ചിയോടായി പറഞ്ഞു. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും സഹായിക്കാൻ അച്ഛനും അമ്മയും ഉണ്ടെന്നും ഇനി നമ്മുടെ കൂടെ ഉണ്ടാകില്ല ചേച്ചി. ഇപ്പോൾ തന്നെ എൻ്റെ കാര്യത്തിൽ അമ്മ ചെയ്തത് കണ്ടില്ലേ. അതുകൊണ്ട് ഇനി ആരിലും പ്രതീക്ഷ വെക്കേണ്ട. നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ജീവിക്കാൻ നോക്ക്. അവർ സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് പതുക്കെ നടന്നു വന്ന വിഹാൻ അനുവിൻ്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നിന്നു. അതിനുശേഷം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി സങ്കടവും ആശ്വാസവും കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു. സോറി അനു, വയസ്സിന് ചെറിയ പെണ്ണാണെങ്കിലും നീ ഇത്രയും പക്വതയോടെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നാം. പക്ഷെ ആ പക്വത ഒരംശം പോലും എൻ്റെ ഏട്ടനില്ല. അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്. അവനൊരു നിമിഷം നിശ്വസിച്ചുകൊണ്ട് തുടർന്നു. എന്നാൽ നിനക്കൊരു കാര്യം അറിയാമോ അനു, എൻ്റെ ഏട്ടൻ എത്രത്തോളം ദേഷ്യക്കാരനാണോ അത്രത്തോളം മനസ്സിൽ സ്നേഹമുള്ള നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അവൻ. നീ കുറച്ചൊന്ന് അവനുമായി അനുസരിച്ച് പോകണം. തീർച്ചയായും ഏട്ടൻ നിന്നെ പഠിക്കാൻ സമ്മതിക്കും. തുടക്കത്തിൽ പറ്റില്ല എന്ന് വാശി പിടിച്ച് വഴക്കുണ്ടാക്കിയാലും പിന്നീട് ശാന്തനായിരുന്ന് അവൻ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കോളും. അതെനിക്ക് ഉറപ്പാണ്. എല്ലാവരും പിരിഞ്ഞു പോയ നിമിഷം ആദിത്യൻ ദേഷ്യത്തോടെ തൻ്റെ കാറിൻ്റെ താക്കോലെടുത്ത് കയ്യിൽ പിടിച്ചു. എന്നിട്ട് ഒട്ടും സമയം കളയാതെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ്റെ വരവ് കണ്ട് ഭയത്തോടെയും അതേസമയം തന്നെ ദൃഢതയോടെയും അനന്യ ചോദിച്ചു. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അവളുടെ ചോദ്യം കേട്ട് കൂടുതൽ പ്രകോപിതനായ അവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പുറത്തു പോകുന്നത് കൊണ്ട് നിനക്കെന്താടി? നിനക്കും അപ്പോൾ തന്നെ നിന്റെ വീട്ടുകാരുടെ കൂടെ അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ? അതൊക്കെ അങ്ങ് പോയാൽ പോരായിരുന്നടി നിനക്ക്? നീ എന്തൊക്കെയാടി എൻ്റെ അമ്മയോട് ചെന്ന് പറഞ്ഞത്? ഞാൻ നിന്നെ ഇവിടെ ഒരു വേലക്കാരിയെ പോലെയാണ് നിർത്തിയിരിക്കുന്നതെന്നും നിന്നെ ഞാൻ പഠിക്കാൻ പോലും വിടില്ല എന്നുമൊക്കെയല്ലേ നീ അവർക്ക് മുന്നിൽ വിളമ്പിയത്? അതേടി, നീ എൻ്റെ മുന്നിൽ എത്ര ദിവസം നിൽക്കുന്നുവോ അത്രയും ദിവസം ഞാൻ നിന്നോട് അങ്ങനെ തന്നെ പെരുമാറുക. അവൻ്റെ ശബ്ദത്തിൽ കനവും ദേഷ്യവും ആ ചെറിയ മുറിയിൽ പ്രതിധ്വനിച്ചു. ഇനി നീ അതല്ലെങ്കിൽ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോയിക്കോടി, അവൻ വെട്ടി തുറന്നു പറഞ്ഞു. അപ്പോൾ പതറാതെ കണ്ണീരടക്കി പിടിച്ചുകൊണ്ട് അവൾ വിട്ടുകൊടുക്കാതെ തിരിച്ചടിച്ചു. നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ അവസ്ഥയെല്ലാം വന്നനുഭവിച്ചത്. അല്ലാതെ ഇതിലൊക്കെ എല്ലാ കുറ്റവും എൻ്റെ മാത്രം മേൽ ചുമത്താൻ നോക്കേണ്ട. അവൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. ശരി, ഞാൻ എവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ എങ്കിൽ എന്നെ കോളേജിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കിക്കോളൂ. അവിടേക്ക് മാറിക്കോളാം ഞാൻ. അവളുടെ വാക്കുകൾ കേട്ടതും ആദ്യത്തിൻ്റെ ഞെട്ടലോടെയും കൗതുകത്തോടെയും അവളെ ഒന്നുകൂടി തുറിച്ചു നോക്കി. ഒരു നിമിഷം അവിടെ കനത്ത നിശബ്ദത പടർന്നു.